ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നൈസ് അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേ അളവിൽ തന്നെ 3/4 കപ്പ് കടലപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ്. പിന്നീട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ്. അപ്പൊ ചുക്ക് പൊടിയൊക്കെ വളരെ നൈസായിട്ട് ഉള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം ഈ പൊടികളെല്ലാം ഒന്ന് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയുടെ നീരാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത്രയും തന്നെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ അതിലേക്ക് കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ തിളച്ച വെള്ളം വേണമെന്നില്ല, നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. അപ്പൊ ചൂടായ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അതേ ആ ഒരു മാവിന്റെ പാകത്തിന് കുഴച്ചെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു സേവനാഴി എടുത്ത് അതിൽ നമ്മൾ ആ വീതിക്കുള്ള അച്ച് എടുത്തിട്ട് കൊടുത്ത് അതിലേക്ക് നമ്മളെ മാവും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ സ്റ്റൗവിലുള്ള തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാം ഇതുപോലെ ചെയ്തു കൊടുക്കുക. അപ്പം നമ്മൾ അതിനെ മുറിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പൊ അതുപോലെ എല്ലാം ആയി നന്നായിട്ട് ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നമ്മൾ അതിനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പം 2 ഭാഗവും നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കോരിയെടുക്കുക. ഉണ്ടോ? അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ? അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം എല്ലാം ഇവിടെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണേ. അപ്പൊ അതിന്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അപ്പം 4 മണിക്കൊക്കെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനും കുറിക്കാനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പൊ എല്ലാം ഇങ്ങനെ വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ അല്പ കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ആ കറിവേപ്പിനും കൂടെ ഒന്ന് വറുത്ത് കോരി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.